ഹായ് ഓൾ, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഒരു പോസ്റ്റാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്കുള്ള എക്സാം ഡേറ്റ് PSC അനൗൺസ് ചെയ്തിരുന്നു. 12/6 ഈ എക്സാം ഡേറ്റ് വരുന്നത്. അപ്പോൾ എന്തായിരുന്നു ഇതിൻ്റെ യോഗ്യതകളെന്ന് ചോദിച്ചാൽ, ഈ ഒരു എക്സാമിന് അറ്റൻഡ് ചെയ്യാനുള്ള യോഗ്യത എന്ന് ചോദിച്ചാൽ ഡിപ്ലോമ ഇൻ ഫുഡ് ടെക്നോളജിയും അതുപോലെ BSc കെമിസ്ട്രിയുമായിരുന്നു. അപ്പോൾ ഈ യോഗ്യത ഉള്ളവരൊക്കെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്കിതിനൊരു കോമ്പറ്റീഷൻ ലെവൽ ഒന്ന് നോക്കാം. കോമ്പറ്റീഷൻ ലെവൽ അതിപ്പോൾ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ, PSC ഇതിന് ഈ ഒരു എക്സാമിന് വേണ്ടി അറ്റൻഡ് ചെയ്യുന്നവരുടെ കൺഫർമേഷൻ ചോദിച്ച് അല്ലെങ്കിൽ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള ടൈം കഴിഞ്ഞിരുന്നു അല്ലേ. അപ്പം എത്ര പേര് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു ഡീറ്റെയിൽസ് PSC ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ടോട്ടൽ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ ബിഫോർ കൺഫർമേഷൻ കൊടുക്കുന്നതിന് മുന്നേ 13,373 പേരായിരുന്നു ഈ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തത്. പക്ഷേ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത് 8,697 പേരാണ്. അതായത് ഏകദേശം 9,000 എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു 8,500 പേരോളമാണ് ഈ ഒരു എക്സാമിന് വേണ്ടി കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു എക്സാമിൻ്റെ കോമ്പറ്റീഷൻ ലെവൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാര്യം ബാക്കിയുള്ള എക്സാമുകളെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ 8,000, 8,500 എന്ന് പറയുന്ന ഒരു ചെറിയ നമ്പറാണെന്ന് തന്നെ പറയണം. അപ്പോൾ ഏകദേശം കഴിഞ്ഞ പ്രാവശ്യം 4 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ട് 50-ൽ കൂടുതൽ അഡ്വൈസുകൾ പോയിട്ടുള്ള ഒരു പോസ്റ്റാണ്. അപ്പോൾ ഈ പ്രാവശ്യം കുഴപ്പമില്ലാത്തൊരു വേക്കൻസീസ് ഒക്കെ നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം. എക്സാക്ട് നമ്പർ അറിയത്തില്ലെങ്കിലും ലാസ്റ്റ് ടൈം വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ലാത്തൊരു നമ്പർ നമുക്കവിടെ പ്രതീക്ഷിക്കാം. ആ ഒരു നമ്പർ വെച്ച് നോക്കുമ്പോൾ ഈ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളവരുടെ ഒരു നമ്പർ എന്ന് പറയുന്നത് വളരെ കുറവായിട്ടുള്ള ഒരു നമ്പർ തന്നെയാണ്. കാര്യം ഇതിൽ സീരിയസ് ആയിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം എടുക്കുമ്പോൾ അതിലും എന്ത് ചെയ്യും, കുറയാൻ സാധ്യതയേ ഉള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. അതുകൊണ്ട് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രിപ്പറേഷൻസ് തുടങ്ങിയിട്ടുണ്ട്, ഒരു ഹാഫ് സ്റ്റേജിലൊക്കെ നിൽക്കുവാണ്, നിങ്ങൾക്ക് മുന്നോട്ടൊരു മോട്ടിവേഷൻ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്ന ഇത്ര പേരുടെ കൂടാണ്. അത്യാവശ്യം ഇനിയും ഈ ഒരു 1.5 മാസം ഒന്ന് നല്ലപോലെ പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മുമ്പോട്ട് ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർക്കുക. നമ്പർ ഓഫ് ഇൻവാലിഡ് ആപ്ലിക്കേഷൻസ് ആണ് 4,676 പേര് കൺഫർമേഷൻ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് ഇത് കോമ്പറ്റീഷൻ ലെവൽ ഒന്ന് മനസ്സിലാക്കി നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഇതേ സിലബസിലുള്ള ഇനി എക്സാമുകൾ പലത് വരും. നമുക്കറിയാം ഫുഡ് സേഫ്റ്റി ഓഫീസർ കഴിഞ്ഞിരുന്നു അല്ലേ, കുറേ സബ്ജക്റ്റുകളൊക്കെ നമ്മൾ അവിടെ പഠിച്ചിട്ടുള്ളവർക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി നമുക്കത് പ്രയോജനം വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു എക്സാം വരും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ മുമ്പിൽ വരുന്ന എക്സാമുകളെല്ലാം വളരെ സീരിയസ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. മാക്സിമം എഫേർട്ട് ഇട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് മാക്സിമം ക്ലാസ്സുകളും കണ്ട് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ എക്സാമുകളും അറ്റൻഡ് ചെയ്ത് തന്നെ ഒരു എക്സാം നിങ്ങൾ പോയി എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ആ ഒരു എഫേർട്ട് മാത്രം നമ്മുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ ഇടുക എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. അപ്പോൾ ഏണസ്റ്റ് അക്കാഡമിയിൽ ഈ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രാഷ് ബാച്ച് ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. അതുപോലെ ലൈവായിട്ടുള്ള ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം മാക്സിമം നമ്മൾ എക്സാമുകൾ അറ്റൻഡ് ചെയ്ത് പോവുക, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് പോവുക, മോഡൽ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് പോവുക എന്ന് പറയുന്നതാണ് മെയിൻ കാര്യം. അപ്പോൾ അതെല്ലാം നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു മെൻറ്റർഷിപ്പ് സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇനിയുള്ള സമയം വളരെ ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് ഈ ഒരു എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുകയോ ചെയ്താൽ മതി. എന്തായാലും ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക, നമുക്കിനിയുള്ള സമയം വളരെ ക്രൂഷ്യലാണ്. 1 മാസം അല്ലെങ്കിൽ 1.5 മാസം നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. ഈ സമയത്തേക്ക്, ഈ ചുരുങ്ങിയ സമയത്തേക്കിനുള്ളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. മാക്സിമം റിവിഷൻ നടത്തി പോകാൻ ശ്രമിക്കുക. പുതിയ ടോപ്പിക്കുകളൊന്നും പഠിക്കാതെ നിങ്ങൾ മാക്സിമം റിവിഷനൊക്കെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് മാക്സിമം റിവിഷനൊക്കെ കണ്ടക്ട് ചെയ്തിട്ട് പോവുക. ക്വസ്റ്റ്യൻസ് മാക്സിമം കാണുക. എത്രയും ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാമോ, എത്രയും ക്വസ്റ്റ്യൻസ് കണ്ടുപോകാമോ, ആ രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.